ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഞാൻ ഒരു കൊച്ചു സംഭവം പറയാം. നിങ്ങളുടെ മനസ്സിലേക്ക് ആ കൊച്ചു സംഭവം കൊണ്ടുവരാം. നമ്മൾ ഒരു വീട് പണിയുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു വീട് പണിയുന്നത് 1 വർഷത്തേനോ 2 വർഷത്തേനോ 3 വർഷത്തേനോ അല്ല, അല്ലെങ്കിൽ കുറച്ച് താൽക്കാലിക കാലത്തേന് വേണ്ടി അല്ല നമ്മൾ വീട് പണിയുന്നത്. അത് ലൈഫ് ലോങ് ആണ്. നമ്മുടെ ജീവിതകാലത്ത് നമുക്കുള്ള ഒരു സമ്പാദ്യമായിട്ടാണ് നമ്മൾ കൂട്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ലൈഫ് ലോങ് ആയിട്ട് ദീർഘനാള് അത് നിലനിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കും, അല്ലേ? നല്ല ഫൗണ്ടേഷൻ ഇടും, അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം, ഒരു അപ്പനും അമ്മയ്ക്കും ഒരു കുട്ടീനെ കുറിച്ചുള്ള, അവരുടെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം എന്തായിരിക്കും? എൻ്റെ മകൻ വളരുമ്പോൾ, അല്ലെ എൻ്റെ മകൾ വളരുമ്പോൾ നല്ല രീതിയിൽ അവൻ സമൂഹത്തെ പെരുമാറണം, നല്ല ജോലി വാങ്ങിക്കണം, നല്ല രീതിയിൽ ഞങ്ങളെ നോക്കണം എന്നൊക്കെ ആയിരിക്കും എല്ലാ അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ആഗ്രഹം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ കൊച്ചായിരിക്കുമ്പം തന്നെ നല്ലൊരു അടിസ്ഥാനം ഈ കൊച്ചിനെ ഒരുക്കി കൊടുക്കും, നല്ലൊരു മകനായിട്ട് നല്ലൊരു മകളായിട്ട് വളരാനായിട്ട്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈശോ 12 ശിഷ്യന്മാർക്ക് നൽകിയ മിഷന്, 12 ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യത്തിന് ഒരു അടിസ്ഥാനം ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. നമ്മൾ സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അന്നേരം നമ്മുടെ തോമാസ് ലീഗ അവിടെ ഇല്ല. അപ്പോൾ തോമസ് ലീഗ കടന്നു വരുമ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പറയുന്നുണ്ട്, തോമസേ, ഞങ്ങൾ ഈശോനെ കണ്ടു കേട്ടോ എന്ന്. അപ്പോൾ തോമസ് പറയുന്നുണ്ട്, ഇല്ലില്ല, ഞാൻ ഒരിക്കലും ആ ഈശോനെ വിശ്വസിക്കില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ, അവൻ്റെ മുറിവിൽ എൻ്റെ കരങ്ങൾ സ്പർശിക്കാതെ ഞാൻ അവനെ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ തോമസും ബാക്കി എല്ലാ സ്ലീഹന്മാരും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഈശോ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഈശോ വിശുദ്ധ തോമസ് ലീയോട് പറയുന്നുണ്ട്, തോമസേ, നിന്റെ കരം ഇവിടെ കൊണ്ടുപോവാ, എന്നിട്ട് എൻ്റെ പാർശ്വത്തിൽ നീ വെക്ക്. എന്നിട്ട് ഈശോ തോമസിന്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, എടാ തോമസേ, അവിശ്വാസി ആകാതെ വിശ്വാസി ആവുക എന്ന്. ശരിക്കും ഈശോയ്ക്ക് അവിടെ പ്രത്യക്ഷപ്പെടേണ്ടത് ഒരു അനിവാര്യമായ ഒരു കാര്യമായിട്ട് മാറുകയാണ്. കാരണം ഈശോ സ്ഥാപിച്ച സഭ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്ലീഹന്മാരെയാണ്. സ്ലീഹന്മാരാണ് സഭയുടെ അടിസ്ഥാനം. അപ്പൊ ഈശോയ്ക്ക് നിർബന്ധമുണ്ട് ഈ അടിസ്ഥാനം അത്രമാത്രം ഉറച്ചതായിരിക്കണം, അത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിലൊരു വിള്ളൽ പോലും ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് തീർച്ചയായിട്ടും ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഈശോ തോമാസ് ലീഗയുടെ അടുത്ത് മാത്രം വന്നിട്ടില്ല, ബാക്കി എല്ലാ സ്ലീഹന്മാരുടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാ സ്ലീഹന്മാരും പല രാജ്യങ്ങളിലേക്ക്, പല നാടുകളിലേക്ക് ചെന്നിട്ട് പ്രഘോഷിക്കുകയാണ്, നമുക്ക് ഒരു ദൈവമുണ്ട്, അവൻ മനുഷ്യനായി അവതരിച്ചു, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, അവനെ കുരിശിൽ തറച്ചു കൊന്നു കളഞ്ഞു, പക്ഷേ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, അവനെ ഞങ്ങൾ കണ്ടു, അവനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട് എന്ന്. അന്നേരം തോമാസ് ലീഗ പ്രഘോഷിക്കുന്നത് എങ്ങനെയായിരിക്കും? ഉദ്ധിതനായ ഈശോയെ കാണാതെ തോമാസ് ലീഗ എങ്ങനെയായിരിക്കും പ്രഘോഷിക്കുന്നത്? നമുക്കൊരു ദൈവമുണ്ടായിരുന്നു, അവൻ നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായി അവതരിച്ചു, നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് അവൻ കുരിശിലേറി, അവൻ മരിച്ചു, 3-ാം നാൾ അവന് ഉത്ഥാനം ചെയ്യുമെന്ന് അവൻ പ്രവചിച്ചിരുന്നു. അതിന് തെളിവായിട്ട് ഞങ്ങൾ അവൻ്റെ കല്ലറയിൽ പോയി അവൻ്റെ കല്ലറ കണ്ടു. അത് കഴിഞ്ഞ് ഒരു ചോദ്യചിഹ്നം മാത്രമാണ് നമ്മുടെ ഈ തോമാസ് ലീഗയ്ക്കുള്ളത്. കാരണം ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടതായിട്ട് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ഈ തോമാസ് ലീഗയ്ക്ക് സാധിക്കുന്നില്ല. അവിടെ ക്ലാരിറ്റി മിസ്സാവുന്നുണ്ട്, ഫൗണ്ടേഷന് ഒരു വിള്ളൽ വരുന്നുണ്ട്. അപ്പം ഈശോ ആ ഒരു വിള്ളൽ ആഗ്രഹിക്കുന്നില്ല. ഈശോ തീർച്ചയായിട്ടും അവിടം കൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തന്നെ ശക്തമായിട്ടും ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കാനായിട്ടും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥം CCC 76 ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഈ വിശ്വാസം അവർ സഭയെ ഏൽപ്പിച്ചു, സഭ അതിന് തലമുറകൾ തോറും കൈമാറി വരുന്നുവെന്ന്. ഇന്നിതാ സഭ നമ്മുടെ നമ്മൾ ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ വിശ്വാസം, പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ച ക്രിസ്തു, വചനത്തിലൂടെ വായിച്ച ക്രിസ്തു, വിശുദ്ധ കുർബാനയിൽ നമ്മൾ കണ്ടുമുട്ടിയ ക്രിസ്തു, മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെയൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം.
അതിനായിട്ടുള്ള വലിയൊരു കൃപ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നിത്യപിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.